காலத்து வீடா ஓல்டு ஒரு பள்ளம் என்னன்னு கேட்டீங்கன்னா அந்த காலம் மனிதன் வாழ்ந்த அதி மனிதன் வாழ்ந்தது. எத்தனை மணிக்கு அது ட்ரெக்கிங்? 9 மணிக்கு ட்ரெக்கிங் ஸ்டார்ட்டா? ஜீப் இருக்காதா? ஜீப் அங்க நடந்தோம். தாண்டி போகணும் அந்த ஊருக்கு. போயிட்டு நீங்க இறக்கிடுவாங்க. நீங்க அங்க போய் பார்த்துட்டு திருப்பி ஏதோ ஒரு வண்டி வந்து நீங்க எத்தனை க்ளோஸ்? இல்ல சூப்பர் இல்ல அந்த ஜாக நான் பார்த்திருக்கேன் போன்ல. 6 மணிக்கு தான் க்ளோஸ் ஆகும். 6 ஆயிரம் நல்ல ஃபாக் இருக்கு. நீங்க என்ன 2 பேர் வந்திருந்தீங்கன்னா ரொம்ப ஜாலியா இருக்கும். நல்ல ஜாலியா வரும். ആദിവാസികൾ ജീവിച്ചൊരു മോഡലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ നാട്ടിൽ വെച്ചാൽ ഇത് എന്നൂര് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഭാഷയിൽ എൻ്റെ വീട് അല്ലെങ്കിൽ എൻ്റെ നാട് എന്നുള്ള രീതിയിലാണ് ഇവിടെ വരിക. ഇവിടെ വയനാട്ടിലെ ആദിവാസികൾ ഉച്ചരിക്കുന്ന ഒരു ഭാഷയാണിത്. ആ ഭാഷയും അവരുടെ വേഷവിധാനങ്ങളിലെ നിങ്ങൾ കണ്ടല്ലോ ഫോട്ടോകളിൽ ആ രീതിയിലാണുള്ളത്. അത് ഈ സ്ഥാപനം വന്നതോടുകൂടി ഇവിടെയുള്ള ആദിവാസികൾക്ക് കുറേ എണ്ണത്തിന് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ചെറിയ ചെറിയ തൊഴിലായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതൊരു വലിയൊരു നാട്ടായിട്ട് തന്നെ ഞങ്ങൾ കാണുന്നത്. എന്നൂരിനെ കുറിച്ച് ഞങ്ങൾക്ക് നല്ലൊരു അഭിപ്രായം തന്നെയാണ്. നല്ല നാട്. ഇവിടെ ഞങ്ങളെ മുന്നിലുള്ള ആളാണ് കളക്ടർ. ഇവിടുത്തെ സബ് കളക്ടറാണ് ഇതിൻ്റെ മെയിൻ. അയാളുടെ നേതൃത്വത്തിലാണ് ഈ സ്ഥാപനം ഇവിടെ. അതാണ് ചോദിച്ചത്. ആ മക്കള് ചോദിക്കുന്നത് ഈ നെല്ലുണ്ടാകുന്ന ഏത് മരാന്നാ ചോദിക്കുന്നത് കുട്ടികൾ. അപ്പൊ ആ സാറുമാര് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്ത് ഇതാണ് നെല്ലുണ്ടാകുന്ന പുല്ല്, ഇതാണ് ഇത് പിന്നെ നിലത്ത് പാവിട്ടാണ് മുളച്ച് വരുന്നത്, അതിലാണ് കതിരുണ്ടായിട്ട് നെല്ലാവുന്നതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെയാണ് മക്കൾക്ക് കൊടുത്ത് വന്നിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. തിന്നാ ഇതാണ് വരല്, ഇതാണ് വരക്ക, ഇതൊക്കെ പണ്ട് ചെയ്ത് യൂസ് ചെയ്തോണ്ടിരിക്കുന്നതാണിത്. ഇപ്പം ഒന്നാം ക്ലാസ് പാഠപുസ്തകത്തില് ഒലക്ക ഇതൊക്കെയാണ് നമ്മൾ ആദ്യം പഠിച്ചതാണ്. ഞങ്ങൾ പഠിച്ചത്. അത് കഴിഞ്ഞ് പിന്നാണ് ഇപ്പാണ് പുതിയ പഠനം. ഇംഗ്ലീഷ് അവിടെ കേറി ഹിന്ദിയാണ് സംസാരിക്കുന്നത്.